കോൺഗ്രസ് എംപിയും മുതിർന്ന നേതാവുമൊക്കെയായ ശശി തരൂർ കഴിഞ്ഞ ദിവസം എഴുതിയ ലേഖനം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാക്കിയത്. LDF സർക്കാരിനെ വാനോളം പുകഴ്ത്തിയ എഴുത്തു വന്നുകൊണ്ടത് കോൺഗ്രസിന്റെ നെഞ്ചത്താണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ തരൂരിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. കേരളത്തിന്റെ വളർച്ചയെ പുകഴ്ത്തി എഴുതിയ ലേഖനം CPM ആയുധമാക്കുമെന്ന് കണ്ടറിഞ്ഞാണ് കോൺഗ്രസ് ഇടപെട്ടത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നതോടെ നേരം ഇരുട്ടി വെളുത്തപ്പോൾ തന്നെ തരൂർ നിലപാട് മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം കട്ടക്കലിപ്പിലേക്ക് മാറുന്നു എന്ന് നേതാക്കന്മാരുടെ പ്രതികരണം വ്യക്തമാക്കിയിരുന്നു. ഇതോടെ കാര്യങ്ങൾ പന്തിയല്ലെന്ന് തിരിച്ചറിഞ്ഞ് കേരള സർക്കാരിനെ പുകഴ്ത്തിയ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുകയാണ് ശശി തരൂർ. എന്റെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ലേഖനത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നേടിയ വ്യവസായ സാങ്കേതിക വിദ്യ പുരോഗതി പരാമർശിക്കാത്തത് ചിലർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് മനഃപൂർവ്വമല്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തരൂർ തിരിച്ചടിക്കുന്നത്. ലേഖനത്തിൽ പ്രതിപാദിച്ചിരുന്നത് നിലവിലെ CPM നേതൃത്വം നൽകുന്ന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ സാങ്കേതിക വിദ്യയ്ക്കും വ്യാവസായിക വളർച്ചയ്ക്കും പിന്തിരിഞ്ഞു നിന്ന സമീപനങ്ങളിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ ഗുണം ചെയ്യുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു എന്നും തരൂർ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിൽ വ്യവസായ വിവര സാങ്കേതിക വിദ്യ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും കേരളത്തിന് കാതലായ വളർച്ച നേടിക്കൊടുക്കുകയും ചെയ്തതായും പിന്നീട് തരൂർ സമ്മതിക്കുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായി ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് AK ആന്റണി സർക്കാരിന്റെ കാലത്ത് നടത്തിയതും PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന കാര്യവും ഇപ്പോൾ തരൂരിന്റെ ഓർമ്മയിലെത്തി. CPMന്റെ ഇതുവരെയുള്ള പൊതുനയം ഇക്കാര്യത്തിൽ വ്യവസായ നിക്ഷേപ അനുകൂലമല്ലാതിരുന്നതിനാൽ മാറ്റങ്ങൾ വരുത്തിയത് നിലവിലെ വ്യവസായ മന്ത്രി പറയുകയും അവതരിപ്പിക്കുകയും ചെയ്ത കണക്കുകളായിരുന്നു ലേഖനത്തിന്റെ പ്രധാന പ്രതിപാദ്യമെന്നും തരൂർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ കേരളം മാറ്റത്തിന്റെ പാതയിലെന്നും വ്യവസായ രംഗത്ത് മികച്ച മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നും ശശി തരൂർ MP പറഞ്ഞു. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി അധികമാണ്. ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന പേരിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് കേരളത്തിൽ വന്ന മാറ്റങ്ങൾ തരൂർ തുറന്നു കാട്ടിയിരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം 1ാം സ്ഥാനത്തേക്ക് എത്തിയതിനെയും തരൂർ അഭിനന്ദിച്ചു. ലേഖനം പുറത്തു വന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് തരൂരിനെതിരെ വടിയെടുത്തതോടെയാണ് നിലപാട് മാറ്റേണ്ട അവസ്ഥയിലേക്ക് അദ്ദേഹം വന്നത്. സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു ബിസിനസ് തുടങ്ങാൻ 3 ദിവസം എടുക്കുമ്പോൾ ഇന്ത്യയിൽ ശരാശരി 114 ദിവസം എടുക്കുമെന്നും കേരളത്തിൽ 236 ദിവസമായിരുന്നു എന്നും എന്നാൽ 2 ആഴ്ച മുൻപ് 2 മിനിറ്റിനുള്ളിൽ ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുമെന്ന് വ്യവസായ മന്ത്രി P രാജീവ് പ്രഖ്യാപിച്ച വലിയ കാര്യമാണ് എന്നും എല്ലാം തരൂർ പറഞ്ഞിരുന്നു. തരൂരിന്റെ ലേഖനം വ്യവസായ മന്ത്രി P രാജീവ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുക കൂടി ചെയ്തതോടെയാണ് കേരളത്തിലെ കോൺഗ്രസ് സട കുടഞ്ഞെണീറ്റത്. എന്തായാലും തരൂർ നിലപാട് മാറ്റിയത് അത്ര പെട്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്.